എറണാകുളം വടക്കൻ പറവൂരിൽ മകൻ അച്ഛനെ കുത്തി പരിക്കേൽപ്പിച്ചു. പറവൂർ സ്വദേശി ലിൻഡോ ആണ് അച്ഛൻ രാജുവിനെ ആക്രമിച്ചത്. കെടാമംഗലത്ത് പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. കാപ്പ കേസ് പ്രതിയാണ് ലിൻഡോ. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, പുലർച്ചെയാണ് ആ വീട്ടിൽ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ലഹരിക്ക്, കഞ്ചാവ് ലഹരിയിൽ മറ്റോ ആണോ ഈ പ്രതി ലിൻഡോ അച്ഛനെ ആക്രമിച്ചത്? പോലീസ് പറയുന്നതനുസരിച്ച് ലിൻഡോ ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളാണ്. കഞ്ചാവ് കേസിലടക്കം പിടികൂടിയിട്ടുണ്ട്. നിരവധി ക്രിമിനൽ കേസുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കാപ്പ കേസ് പ്രതിയും കൂടിയാണ്. കാപ്പ ചുമത്തിയിട്ടുമുണ്ട് ലിൻഡോയ്ക്കുമേൽ. ലിൻഡോയാണ് ഇന്ന് പുലർച്ചെ തന്റെ വീട്ടിൽ, കിടാമംഗലത്തെ വീട്ടിൽ അച്ഛനുമായി തർക്കമുണ്ടാകുകയും ആ തർക്കത്തിനൊടുവിൽ മാരകായുധം ഉപയോഗിച്ച് അച്ഛനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. കൈക്കും തോളിലുമായിട്ടാണ് പരിക്കേറ്റത്. ഇതിനെ തുടർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ നിന്നാണ് നോർത്ത് പറവൂർ പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തി അച്ഛന്റെ മൊഴിയെടുത്തു. അതിൽ നിന്നാണ് മകനാണ് തന്നെ ഉപദ്രവിച്ചതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഉടനെ തന്നെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. പ്രതിയെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്നാണ് പോലീസ് പറയുന്നത്. കുടുംബവുമായി വഴക്കുണ്ടായിരുന്നു. മുൻപും അച്ഛനുമായി സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന ഒരാൾ കൂടിയാണ് ലിൻഡോ എന്നാണ് പറയുന്നത്. എന്തായാലും അച്ഛൻ രാജുവിന്റെ അപകടനില തരണം ചെയ്തിട്ടുണ്ട്. എന്നാലും ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നിരന്തരം വീട്ടിൽ വഴക്കുണ്ടാക്കുന്ന ആള് തന്നെയാണ്. അത് പലപ്പോഴും ലഹരിക്ക് അടിമയായിട്ടാണ് ലിൻഡോ വീട്ടിലേക്ക് വരുന്നതും അതുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക ഇടപാടുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അച്ഛനും മകനുമായി എപ്പോഴും ഉണ്ടാകുന്നത്. കുടുംബവുമായി നല്ല അടുത്ത രീതിയിലല്ല, അല്ലെങ്കിൽ നല്ല അടുപ്പമല്ല ലിൻഡോയ്ക്കുള്ളതെന്നാണ് പോലീസും പറയുന്നത്. എന്തായാലും കാപ്പ അടക്കം ചുമത്തിയിട്ടുള്ള പ്രതിയാണ്. ഈ കേസിലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ പ്രകാരം നടപടിയെടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കേസെടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലിൻഡോയ്ക്കെതിരെ കടുത്ത നടപടി എന്ത് സ്വീകരിക്കാമെന്നും പോലീസ് ഇപ്പോൾ ആലോചിക്കുകയാണ് കേട്ടോ. തീർച്ചയായും കാപ്പ കേസ് പ്രതിയാണ്. സ്വന്തം വീട്ടിലാണ് ആക്രമണം നടത്തിയത്. ഇങ്ങനെ പതിവായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തി. ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകാൻ പോകുന്ന നടപടി എന്താണെന്ന് കൂടി അത്തരമെന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നുണ്ടോ? അത്തരത്തിൽ നമുക്ക് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും ലിൻഡോയെ, കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ലിൻഡോയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അയാളെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഈ കൊലപ്പെടുത്താനുള്ള ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പോലീസ് ആ തരത്തിലേക്കുള്ള അച്ഛന്റെ വിശദമായിട്ടുള്ള മൊഴിയെടുത്ത ശേഷമായിരിക്കും അത്തരത്തിൽ ഏതൊക്കെ വകുപ്പുകൾ ചുമത്താൻ കഴിയും എന്നുള്ളത് പരിശോധിക്കുക. നിരന്തരം പ്രശ്നക്കാരനാണ്. ലഹരി ഒക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്. കഞ്ചാവ് കേസിലും ഒക്കെ പിടികൂടിയിട്ടുമുണ്ട്. നിരവധി ക്രിമിനൽ കേസുണ്ട്. കാപ്പ കേസ് പ്രതിയാണ്. അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾ കൂടിയാണ് ലിൻഡോ. അച്ഛനുമായി നിരന്തരം വഴക്കുണ്ടായിരുന്നു. കുടുംബത്തിൽ എപ്പോഴും പ്രശ്നമുണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതിൽ പ്രധാനമായും സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരിക്കും എപ്പോഴും കുടുംബവുമായിട്ടൊക്കെ തർക്കമുണ്ടാക്കുക. മുൻപും ആ അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ എന്നും പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഏതൊക്കെ വകുപ്പുകൾ ചുമത്തോ അല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കുക എന്നൊരു ഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ അതും കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ആ രീതിയിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ കേട്ടോ. യെസ്, വ്യക്തമാണ്. എറണാകുളം പറവൂരിലാണ് മകൻ അച്ഛനെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. മുൻപും നിരവധി ആക്രമണം നടത്തിയിട്ടുണ്ട്. വീട്ടിൽ പതിവായി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു. അച്ഛനെ ആക്രമിക്കുമായിരുന്നു. ഒരുപക്ഷെ ഇതുപോലെ ഇയാൾക്കെതിരെ ഒരു കടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ, ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ വീണ്ടും വീട്ടിൽ കലാപങ്ങൾ സൃഷ്ടിക്കാം. ആ വീട് വീണ്ടും ചോരക്കളമാകാം. സ്വാഭാവികമായും മറ്റു പല കേസുകളും നമുക്കറിയാം. എറണാകുളത്തെ തന്നെ ചേന്ദമംഗലത്തെ കേസെടുത്ത് നോക്കിയാലും, തിരുവനന്തപുരത്തെ അഫാൻ്റെ കൂട്ടക്കൊലപാതകം ഉൾപ്പെടെ പരിശോധിച്ച് നോക്കിയാലും, സ്വന്തം വീട്ടിൽ എന്തുകൊണ്ടാണ് യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഈ കൂട്ടക്കൊലപാതകം നടത്തുന്നത് പരിശോധിച്ച് നോക്കിയാൽ അതിൽ പലപ്പോഴും പല കേസുകൾക്ക് പിന്നിലും ലഹരിയാണ്. ഇതുപോലുള്ള ക്രിമിനലുകളെ ഈ അഴിഞ്ഞാടാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും കൂടുതൽ അക്രമങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. പോലീസ് ശക്തമായ
നടപടി തന്നെ ഇയാൾക്കെതിരെ സ്വീകരിക്കണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.